മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞു ഊപ്പാടിളകി അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോൾ പോളൂട്ടി ബ്രദറൊന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി. നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല. ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്. കൈവച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം. മോഹൻ ഒരുപാട് സൂക്ഷിക്കണം. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ബ്രദർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോഹൻ, ആർസി എന്താടാ? നീ ആരുടെ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കയറി തല്ലുണ്ടാക്കാൻ? ഇവനറിയാലോ എന്താ ഉണ്ടായതെന്ന്. നീ ആയിരുന്നെങ്കിൽ അവൻ്റെ തലയടിച്ച് പൊളിച്ചേനെ. നോക്ക്, നീ ഒരു നടനാണ്, ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ്. ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം. ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. രണ്ടുപേരും കൂടി പിടിച്ചെള്ളി ഇങ്ങോട്ട് വന്നെന്തിനാന്ന് പറ. പറയാം. സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്കിതിനൊരു അംഗീകാരം കിട്ടുമെന്ന്. അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ തല്ല് കാരണം പോയി കിട്ടും. കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. ജൂറി ചെയർമാൻ TK നൗഷാദ്. ആരാതറിയാവോ? നീ അന്ന് തല്ലിയ ആ ഹംസ രണ്ടത്താണിയുടെ അനിയൻ. നിന്റെ പേര് മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ കയറൊട്ടിക്കാൻ തുടങ്ങി. നിന്റെ അഭിനയം നാടകമാണ്, റിയലിസ്റ്റിക് അല്ല, പിന്നെ ഏതോ ലോക്കൽ ബാർ കയറി അടിയുണ്ടാക്കി, ഇത് ക്യാരി ചെയ്യാൻ നീ അർഹനല്ല, അങ്ങനെ ഓരോ തട്ടാമുട്ടി കാരണങ്ങൾ. ഞങ്ങളിപ്പോൾ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല. ഒരു അവാർഡിലൊന്നും അത്ര വലിയ കാര്യമില്ല. പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ. ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ. അവിടെ ഈ രണ്ടത്താണിക്കും നൗഷാദിനും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അലഞ്ഞവരാ, കഷ്ടപ്പെട്ടവരാ, സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ. ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാലൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്കെ പറയാൻ ഒരു ശബ്ദം, അത് നമുക്ക് വേണം. അവസാന നിമിഷത്തെ ഭാഗ്യക്കേട് എൻ്റെ കൂടെ പിറപ്പാ. നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട. ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം. സാറേ, ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നതല്ലല്ലോ. നമുക്കിത് അപ്ലൈ ചെയ്യണം സാറേ. മോളെ, നീ ഇതിന്റെ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഒക്കെ ഒന്ന് ഗൂഗിളിൽ നോക്കിയേ. ഓക്കെ, ശരി. ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല. നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും തൻ്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യും. എടോ, താൻ ഇത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത്.